ഹരേ കൃഷ്ണ. ഗർഗഭാഗവതം അധ്യായം 16. സിദ്ധാശ്രമ മാഹാത്മ്യം. രാധാരൂപദർശനം. ശ്രീകൃഷ്ണ വിരഹം അനുഭവിക്കുന്നവർക്ക് ഭഗവാന്റെ ദർശനം സിദ്ധമാക്കുന്നതിനാലാണ് അത് സിദ്ധാശ്രമം എന്നറിയപ്പെടുന്നത്. സിദ്ധാശ്രമ ദർശനത്താൽ സാലോക്യവും, സ്പർശനത്താൽ സാമീപ്യവും, ജ്ഞാനത്താൽ സാരൂപ്യവും, വാസത്താൽ സായുജ്യവും ലഭിക്കും. ചന്ദ്രാനനയിൽ നിന്ന് അതിൻ്റെ മഹാത്മ്യം കേട്ടറിഞ്ഞ രാധാറാണി കൃഷ്ണദർശനത്തിനായി അതിൽ സ്നാനം ചെയ്യാൻ തുടങ്ങി. മാധവമാസത്തിലെ വാവു ദിവസം ഗോപന്മാരോടും ഗോപികമാരോടും കൂടി ശ്രീധാമാവിൻ്റെ ശാപകാലം അവസാനിക്കുമ്പോഴേക്കും എത്താൻ വേണ്ടി രാധാദേവി ചാമരവ്യജനങ്ങളോടെ പല്ലക്കിൽ കയറി ആനർത്തത്തിലുള്ള സിദ്ധാശ്രമത്തിലേക്ക് പുറപ്പെട്ടു. അവിടെ തന്നെ ശ്രീകൃഷ്ണനും യാദവന്മാരോടുകൂടി തീർത്ഥയാത്രയ്ക്ക് വന്നെത്തി. ഗോപന്മാരും ഗോപികമാരും രാധയ്ക്കു കാവൽ നിന്നു. ദ്വാരകാവാസികൾ സ്നാനത്തിനായി ഒരുങ്ങിയപ്പോൾ ഗോപികമാർ അവരെ അടിച്ചോടിച്ചു. അപ്പോൾ കൃഷ്ണപത്നിമാർ സിദ്ധാശ്രമത്തിലേക്ക് പ്രവേശിച്ചു. രുക്മിണ്യാദികൾ ഭഗവാനോട് ആരാണ് ഇത്ര വൈഭവമുള്ള ഒരാൾ സ്നാനം ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ വൃഷഭാനുവിൻ്റെയും കീർത്തിമാതാവിൻ്റെയും പുത്രി, ഭഗവാന്റെ പ്രിയതമയുമായ രാധയാണ് അവിടെ സ്നാനം ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ സത്യഭാമ മെല്ലെ സപത്നിമാരോട് താനും സുന്ദരി തന്നെയാണെന്നും സമർത്ഥിച്ചു. താൻ കാരണമാണ് ശതധ്വന്നാവ് മരിച്ചതെന്നും അക്രൂരനും കൃതർമാവും ഓടിപ്പോയതെന്നും താൻ ഒരിക്കൽ ഗരുഡൻ്റെ പുറത്തു കയറി ശ്രീകൃഷ്ണൻ്റെ കൂടെ നരകാസുരനോട് യുദ്ധത്തിന് പോയിട്ടുണ്ടെന്നും തൻ്റെ പ്രഭാവം കൊണ്ടാണ് ഇന്ദ്രന് ഛത്രവും അതിഥിക്ക് കുണ്ഡലങ്ങളും ലഭിച്ചതെന്നും തൻ്റെ മുറ്റത്താണ് ഭഗവാൻ പാരിജാതം നട്ടതെന്നും തന്നെപ്പോലെ രൂപലാവണ്യമോ ഔദാര്യമോ മറ്റാർക്കും ഇല്ലെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. രുക്മിണിയും താനും രാജകന്യകമാരാണെന്നും രാധ വെറും ഒരു ഗോപകന്യക മാത്രമാണെന്നും ഭാമ പറഞ്ഞു. ഭാമയുടെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ടിട്ട് രുക്മിണി മുതലായവ കൃഷ്ണപത്നിമാരും തങ്ങളുടെ കുലമഹിമകളും എണ്ണി എണ്ണി പറഞ്ഞു. ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ ശ്രീകൃഷ്ണൻ തൻ്റെ 16,108 പത്നിമാരോടും കൂടി രാധയെ കാണാൻ പോയി. ഒരു സ്വർണ്ണ ശിഖരത്തിലായി പതാകകൾ കൊണ്ടും മറ്റും അലങ്കരിച്ചതുമായ പുഷ്പഗന്ധം നിറഞ്ഞതുമായ ഒരു കുടീരത്തിൽ സഖിമാരാൽ ചാമരം വീശപ്പെട്ടുകൊണ്ട് ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കുന്ന രാധാറാണിയെ അവർ കണ്ടു. അവർ രാധാറാണിയുടെ സൗന്ദര്യം കണ്ട് മൂർച്ഛിച്ചവരായിത്തീർന്നു. അവർ രാധയുടെ സൗന്ദര്യത്തെ പുകഴ്ത്തിക്കൊണ്ട് ഭഗവാന്റെ മുന്നിൽ ചെന്നു നിന്നു. ഗോപികമാരും കൃഷ്ണസന്നിധിയിൽ ചെന്നു നിന്നു. ശ്രീകൃഷ്ണൻ പത്നിമാരോടു കൂടി വന്നു കണ്ട ഗോപികമാർ ജയാരവം മുഴക്കി. രാധാദേവിയാകട്ടെ പെട്ടെന്ന് എഴുന്നേറ്റ് കൈകൾ കൂപ്പിക്കൊണ്ട് ഭഗവാന് ഇരിക്കുവാനായി അനർഘരത്നങ്ങളാൽ അലങ്കരിക്കപ്പെട്ട സ്വർണ്ണ സിംഹാസനം നൽകിയിട്ട് തനിക്ക് ജന്മസാഫല്യമായെന്നും തനിക്ക് ഭക്തിയില്ലെങ്കിലും ഭക്തന്മാരുടെ സഹായത്താൽ ഭഗവത് ദർശനം ലഭിച്ചുവല്ലോ എന്നും പറഞ്ഞു. മാത്രമല്ല ഭഗവാൻ ഈ ഭൂമിയിൽ അവതരിച്ച് കംസൻ മുതലായവരെ വധിച്ച കഥയും ഇന്ദ്രൻ്റെ അഹങ്കാരം നശിപ്പിച്ചതും ഗോവർദ്ധനോദ്ധാരണവും മറ്റും പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ വൈഭവത്തെ പുകഴ്ത്തി രാധാറാണി. അനന്തരം ചന്ദ്രാനനയുടെ വാക്കനുസരിച്ച് രാധാറാണി കൃഷ്ണപത്നിമാരുടെ നേർക്ക് തിരിഞ്ഞ് രുക്മിണി തുടങ്ങിയ അഷ്ടപത്നിമാരെയെല്ലാം സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് ആശ്ലേഷിച്ചു. മറ്റുള്ള 16,100 കൃഷ്ണപത്നിമാരെയും രാധ ആലിംഗനം ചെയ്തു. അപ്പോൾ കൃഷ്ണൻ ഒന്നേ ഉള്ളുവെങ്കിലും ഭക്തകളായ അവർ ധാരാളമുണ്ടെന്നും മറ്റും രാധ പറഞ്ഞപ്പോൾ രുക്മിണി രാധയോട് ഭക്തി കൊണ്ട് ഭഗവാനെ വശീകരിച്ചിട്ടുള്ള രാധയാണ് ഏറ്റവും ധന്യയെന്ന് പറഞ്ഞു.
തുടർന്ന് രുക്മിണി അവരെ എല്ലാവരെയും ഭഗവാനെയും രാധയെയും സർവതോഭദ്രമെന്ന അവരുടെ ശിബിരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. രാധാകൃഷ്ണന്മാരെ സുഗന്ധപൂരിതമായ കട്ടിലിൽ ഇരുത്തി പൂജിച്ചു. പിന്നീട് എല്ലാവരും അവരവരുടെ ശിബിരങ്ങളിലേക്ക് പോയി. ശ്രീകൃഷ്ണ സമീപത്തെത്തിയ രുക്മിണി ഭഗവാൻ ഉറങ്ങാതിരിക്കുന്നതായി കണ്ടിട്ട് കാരണം അന്വേഷിച്ചു. അവരുടെ സൽക്കാരങ്ങൾ കൊണ്ട് രാധ തൃപ്തയാണെങ്കിലും അവൾ കിടക്കുമ്പോൾ അല്പം പാൽ കുടിക്കാറുണ്ടെന്നും അത് ലഭിക്കാത്തതിനാൽ അവൾ ഉറങ്ങിയിട്ടില്ലെന്നും ഭഗവാൻ പറഞ്ഞു. ഭഗവാന്റെ ഈ വാക്കു കേട്ടിട്ട് രുക്മിണിയും മറ്റു കൃഷ്ണപത്നിമാരും കൂടി ക്ഷണത്തിൽ കുറച്ച് ചൂടുള്ള പാൽ ഒരു സ്വർണ്ണപാത്രത്തിലാക്കി കൊണ്ടു ചെല്ലുകയും അത് രാധാറാണിയെ കുടിപ്പിക്കുകയും ചെയ്തു. അനന്തരം രുക്മിണിയും സത്യഭാമയും മറ്റുള്ളവരും ശ്രീകൃഷ്ണ സമീപത്ത് എത്തിയിട്ട് തങ്ങൾ ചെയ്ത കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ കാൽ തലോടുവാൻ തുടങ്ങി. അപ്പോൾ ഭഗവാന്റെ കാലിലുള്ള ഒരു പൊള്ളൽ കണ്ട് അവർ അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു. എല്ലാവരും കേൾക്കുവാൻ വേണ്ടി ഭഗവാൻ അതിൻ്റെ കാരണം വിവരിച്ചു. രാധയുടെ ഹൃദയകമലത്തിലാണ് തൻ്റെ കാൽ സ്ഥിതി ചെയ്യുന്നതെന്നും രാധ കുടിച്ച പാലിന് നല്ല ചൂടുണ്ടായിരുന്നതിനാൽ ആ ചൂട് കൊണ്ടാണ് തൻ്റെ കാൽ പൊള്ളിയതെന്നും ഭഗവാൻ പറഞ്ഞു. ഇത് കേട്ട കൃഷ്ണപത്നിമാർ വിസ്മയിക്കുകയും രാധയ്ക്ക് കൃഷ്ണനോടുള്ള പ്രേമം സമാനതകളില്ലാത്തതാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. രാധയ്ക്കും ഗോപികമാർക്കും കൃഷ്ണനിലുള്ള അസമാനമായ പ്രേമം കണ്ടറിഞ്ഞ കൃഷ്ണപത്നിമാർ രാസക്രീഡ കാണാനുള്ള മോഹത്തോടുകൂടെ ശ്രീകൃഷ്ണനെ സമീപിച്ചിട്ട് തങ്ങളുടെ ആഗ്രഹം അറിയിച്ചു. രാസേശ്വരിയായ രാധയ്ക്ക് ഇഷ്ടമാണെങ്കിൽ അവിടെ വെച്ചു തന്നെ രാസലീല നടത്താമെന്ന് ഭഗവാൻ അവർക്ക് മറുപടി നൽകി. ഇത് കേട്ടിട്ട് രുക്മിണ്യാദി കൃഷ്ണപത്നിമാർ രാധാദേവിയുടെ സമീപത്ത് ചെന്ന് തങ്ങളുടെ ആഗ്രഹം അറിയിച്ചു. രാസേശ്വരനും കൃപാനിധിയുമായ ശ്രീകൃഷ്ണ ഭഗവാന് ഇച്ഛയുണ്ടെങ്കിൽ അവിടെ വെച്ച് നടത്താമെന്നും അതിനാൽ ഭഗവാനെ ശുശ്രൂഷയാലും ഭക്തിയാലും പൂജിച്ച് വശീകരിക്കുകയാണ് വേണ്ടതെന്നും രാധാറാണി പറഞ്ഞു. തുടർന്ന് വൈശാഖ മാസത്തിലെ പൗർണമി ദിനത്തിലെ പ്രദോഷത്തിൽ ചന്ദ്രിക പരന്നപ്പോൾ ഭഗവാൻ രാസക്രീഡ ആരംഭിച്ചു. രാസലീലയുടെ ആനന്ദം സ്വീകരിക്കുവാൻ രാധാറാണിയും സന്നദ്ധരായി. ഭഗവാൻ എത്ര ഗോപികമാരുണ്ടോ അത്രയും രൂപം പൂണ്ട് രണ്ട് പേരുടെ മധ്യത്തിൽ നിലകൊണ്ടുകൊണ്ട് രാസലീല നടത്തി. മൃദംഗധ്വനി, വേണുനാദം, നൂപുരരവം എന്നിവയും ഗാനാലാപനവും ആ രംഗം മുഖരിതമാക്കി. സർവാഭരണ വിഭൂഷിതയായ ഭഗവാൻ രാസലീലാലോലുപനായി ആ കന്യകമാരുടെ ഇടയിൽ വിളങ്ങി. ക്ഷണനേരത്തിൽ രാത്രിയും കഴിഞ്ഞു. രാസക്രീഡാ ദർശനത്താൽ രുക്മിണ്യാദി കൃഷ്ണപത്നിമാർ പരമാനന്ദം പൂണ്ടു. അതുപോലൊരു രാസക്രീഡ വൃന്ദാവനത്തിൽ പോലും ഉണ്ടായിട്ടില്ലെന്ന് അവർ പറഞ്ഞു. അത് കേട്ടപ്പോൾ രാധ പറഞ്ഞതെന്തെന്നാൽ ഇത് വൃന്ദാവനത്തിൽ വെച്ചുണ്ടായതിനോട് ഒരിക്കലും തുല്യമല്ലെന്നാണ്. കാരണം ദിവ്യവൃക്ഷങ്ങൾ, ലതാവല്ലരികൾ, മധുമത്തരായ വണ്ടുകൾ, പുഷ്പഭാരം പേറുന്ന മാധവീലതകൾ, പ്രേമപരവശകളായ പക്ഷികൾ, ദിവ്യമന്ദിരങ്ങൾ നിറഞ്ഞ നികുഞ്ചങ്ങൾ, മന്ദസമീരണൻ, ഗജരാജനെപ്പോലെ ശോഭിക്കുന്ന ഗോവർദ്ധനം, രമണീയമായ കാളിന്തി തീരം ഇതൊന്നും അവിടെ ഇല്ലല്ലോ എന്നു തന്നെ. അന്ന് വൃന്ദാവനത്തിൽ കുഴലൂതി നടന്ന കൃഷ്ണൻ്റെ മുഖകാന്തിയും വനമാലയും കുണ്ടലങ്ങളും പ്രേമം സ്ഫുരിക്കുന്ന നോട്ടവും പലതരം ക്രീഡകളും ഒന്നും തന്നെ ഇവിടെ ഇല്ലല്ലോ എന്നായിരുന്നു രാധയുടെ അഭിപ്രായം. അത് കേട്ട കൃഷ്ണപത്നിമാർ തങ്ങളുടെ ദുരഭിമാനം ത്യജിച്ച് വിസ്മയിച്ചുപോയി. സിദ്ധാശ്രമത്തിലെ രാസലീല കഴിഞ്ഞ് ഭഗവാൻ തൻ്റെ പത്നിമാരോടും രാധാറാണിയോടും കൂടെ ദ്വാരകയിലെത്തി. രാധയ്ക്കു മാത്രമായി ഒരു മന്ദിരം പണിയിച്ച് അവിടെ രാധയെയും ഗോപികമാരെയും സസുഖം പാർപ്പിച്ചു. ഹരേ കൃഷ്ണ.